ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എൻ്റെ എല്ലാ വ്ലോഗിലും ഫസ്റ്റ് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്. എന്ത് ചെയ്യാനാ ഗൈസ്, വണ്ടിയിൽ കയറുമ്പോഴായിരിക്കും വ്ലോഗ് എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വരുന്നത്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ഗൈസ്, അവിടെ ഞാനിങ്ങ് ഓപ്പോസിറ്റ് എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? പറയൂ, അമ്മയ്ക്കുണ്ടോ? അമ്മ എന്താണ് കല്യാണ പെണ്ണിന് നാടാണ് ഗൈസ്, ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് സെപ്റ്റംബറിൽ. അപ്പോൾ അവളുടെ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ രാവിലെ ഷാനു എന്നെ കൊണ്ടുവന്ന് കൊട്ടിയത്ത് ഡ്രോപ്പ് ചെയ്തു. കൊട്ടിയത്ത് അവർ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എത്തി. ഇനി ഒരാളും കൂടെ വരാനുണ്ട്. ഇനി അടുത്ത ആളിനെ വഴിയിൽ നിന്ന് പോക്കാനുണ്ട്. അപ്പോൾ അതെ, അടുത്ത ആളും എത്തിയിട്ടുണ്ട്. എനിക്ക് പെറ്റിയും കിട്ടി. ആദ്യം തന്നെ ഒരു പെട്ടി ഇട്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. നമ്മുടെ ശരണീജി അവിടെ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഷാനു ജസ്റ്റ് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. കോളിലായിരുന്നു, വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒരു പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി ഫോട്ടോ എടുത്തു. അപ്പോഴേ പെറ്റി അടിച്ച് കൈ കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ കൊട്ടിയത്തിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് കല്ലമ്പാഴാണ്. അവിടെ നിന്ന് ഒരാൾ കയറാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകും. പറഞ്ഞ പോലെ എങ്ങോട്ടാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലേ. ഇത് ലാസ്റ്റ് ടൈമാണ് എല്ലാം ഒന്ന് മാറി മറിഞ്ഞത്. ആക്ച്വലി നമ്മൾ 2-3 ഷോപ്സ് ഇങ്ങനെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് ഒരു ഷോപ്പ്, ആ ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് കൊട്ടാരക്കരയിലുള്ളൊരു ഷോപ്പായിരുന്നു. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് രാത്രിയിൽ കൺഫേം ചെയ്ത് പറഞ്ഞത്. ഇപ്പോൾ ഓണം സീസണൊക്കെ ആണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കൺഫ്യൂഷനിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡിൻ്റെ പേര് സിമി എന്നാണ് കേട്ടോ. സിമി വിളിച്ചിട്ട് പറഞ്ഞു, എടി നമ്മൾ കൊട്ടാരക്കര പോകുന്നില്ല, നമ്മൾ കരുനാഗപ്പള്ളിയിൽ പോവാം എന്ന് പറഞ്ഞു. എല്ലന്താഴ് എത്തിയില്ല ഗൈസ്. അപ്പോൾ അടുത്ത ആളിനെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ഷോപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ കൊട്ടാരക്കരയായിരുന്നു ഫസ്റ്റ് വെച്ചിരുന്ന പ്രിഫറൻസ്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും കരുനാഗപ്പള്ളിയായി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കരുനാഗപ്പള്ളി വെസ്റ്റ് ഇന്ത്യയിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നു, 5 പേരെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും സിമിയുടെ അമ്മ, നമ്മുടെ ഫ്രണ്ട്സ് ശരണീച്ചി, സുഖി, ഞങ്ങൾ 5 പേരോടാണ് പോയത്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ തുടങ്ങി. ഒരു 9 മണി 9:30 പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10-10:30 കഴിഞ്ഞിരിക്കുന്നു. അത് പിന്നെ നമ്മൾ നല്ല പങ്ക്ച്വലായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളുടെ അടുത്ത് ഞാനൊരു എന്താണ് പറയുക, ഒരു ഇതെടുക്കാൻ വേണ്ടി കൊടുത്തന്നെ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. കാരണം എല്ലാവരെയും ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളെടുത്തതാണ് ഗൈസ്. ഇത് മൊത്തം ആദ്യം തല കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ നീണ്ടകര ആ റൂട്ടൊക്കെ പോയിട്ട് കുറേ കാലമായി. അങ്ങോട്ട് പോകാറേ ഇല്ല ആക്ച്വലി. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. കുഞ്ഞിൻ്റെയൊക്കെ പോകാറുണ്ട്. കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ആ റൂട്ടുണ്ട്, കരുനാഗപ്പള്ളിയിലൊക്കെ ഉണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. അതിനുശേഷമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി പോകുന്നത്. വെഡ്സ് ഇന്ത്യ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപാട് റീൽസൊക്കെ കാണാറുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു അവസരം വന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം വെഡ്സ് ഇന്ത്യയിൽ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം എല്ലാവരും ഭയങ്കര വിലക്കുറവാണ്, ഭയങ്കര ഓഫേഴ്സാണ്, നല്ലതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പോയിട്ടില്ലല്ലോ. അപ്പോൾ അത് എന്താവും, ഇങ്ങനെയാണ്, ഈ പറയുന്ന ഓഫേഴ്സൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി, മീൻസ് ചെറുതായിട്ട് ഡ്രൈവർ ചേട്ടന് വഴി ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അകത്തൂടിയാണ് വന്നത്. റോഡ് പണി നടക്കുന്നുണ്ട്. ആക്ച്വലി മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണ്. അങ്ങനെ നമ്മൾ ഇതേ വെഡ്സ് ഇന്ത്യ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം 11:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. വലിയ ട്രാഫിക് ഉണ്ടായിരുന്നില്ല. കല്ലന്താണ് മാത്രമേ ഉണ്ടായിരുന്നു കുറച്ച് ട്രാഫിക്കായിട്ടാണ് തോന്നിയത്. അതിനുശേഷം കുഴപ്പമില്ലാതെ എത്തി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ ഷട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ടൈമായിട്ട് തുറന്നില്ലേ എന്ന് വിചാരിച്ചു. അത് എന്തുകൊണ്ടാണ് അവർ അവിടെ ക്ലോസ് ചെയ്തിരുന്നതെന്ന് അറിയില്ല. ബട്ട് സൈഡിലൂടെ ഉണ്ടായിരുന്ന ഷട്ടറിലൂടെയാണ് ആൾക്കാർ അകത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം വെൽക്കം ഗേൾസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂടെ ഒരാൾ വന്നു. നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് എൻ്ററായി. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ എങ്ങനെ എന്ത് എന്നുള്ളതൊക്കെ. ഞാൻ പുറത്ത് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഇത് ആദ്യമാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇങ്ങനെ ഷോപ്സിലൊക്കെ പോയിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ മാരേജ് ഫംഗ്ഷൻ്റെ ഇടാനുള്ള സാരി ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അവർക്ക് അങ്ങനെയാണ് ചടങ്ങ്. അപ്പോൾ അത് ഓൾറെഡി അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പോത്തീസിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച്
സെലക്ഷനൊക്കെ ചെയ്തിട്ട് അതിൽ ഓരോന്ന് സെറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ അവൾ എടുത്ത കുറച്ച് സാധനങ്ങളാണ് കേട്ടോ സെറ്റ് ചെയ്ത് നോക്കുന്നത്. നമ്മുടെ കൂടെ വന്ന സ്റ്റാഫ്സൊക്കെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, മീൻസ് ഒരു ഇത് ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ കസ്റ്റമർ എംപ്ലോയി ആ ഒരു ഇത് ഫീൽ ചെയ്തില്ല. ബിക്കോസ് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ട്രയൽസ് നോക്കുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്കും കോഫീസൊക്കെ കൊണ്ട് തന്നായിരുന്നു. നമ്മൾ അതും കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഒരു സെക്ഷൻ ഓഫ് ലെഹങ്ക നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി. അതിൽ ഒരെണ്ണം നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ടെമ്പിൾ വിസിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഇത് ട്രയൽ ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോസ്റ്റായിരുന്നു അവിടെ, അവൾ ഡ്രസ്സ് മാറാൻ പോയ സമയത്തൊക്കെ. അങ്ങനെ അവൾ കുറേ ഡ്രസ്സസ് നമ്മൾ നോക്കി, അവൾക്ക് സ്യൂട്ടാവുന്ന കുറച്ച് കളേഴ്സൊക്കെ കിട്ടി. എന്നാലും കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു നമുക്ക് ഏതെടുക്കണം എന്നുള്ളത്. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ലെഹങ്കയൊക്കെ എനിക്കൊന്ന് 5000 സ്റ്റാർട്ടിങ് ആയിരുന്നു ആ ഒരു സെക്ഷനിൽ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഡിസൈൻസൊക്കെ കാണാനാണെങ്കിലും ലെഹങ്കയുടെ ആ ഒരു ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ സ്റ്റാഫ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ. നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ അത് ടെമ്പിൾ വിസിറ്റിനുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെയും നമ്മൾ ലെഹങ്ക സെക്ഷനിലേക്ക് വന്നു. കാരണം നമ്മൾ ആദ്യം എടുത്തതിനോട് ഞങ്ങൾക്കൊക്കെ കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും നോർമലി എല്ലാവരും എടുക്കുന്നതിൽ നിന്ന് കുറച്ചും കൂടി എന്തെങ്കിലും മാറ്റി എടുക്കണമെന്ന് നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ വേറെ 2 എണ്ണം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. അതിൽ ഒരെണ്ണമാണ് നമ്മൾ എടുത്തത്. അതേതാണെന്ന് നിങ്ങളൊന്ന് ഗെസ് ചെയ്യൂ ഗൈസ്. ഇനിയിപ്പോൾ വരുന്ന എൻ്റെ വീഡിയോസിൽ കൂടുതലും ഇവളുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സീരീസൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവളുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും ഇനി കൂടുതൽ വരാൻ പോണത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി. അതിൽ സെറ്റ് ചെയ്ത് ലാസ്റ്റ് സെറ്റ് ചെയ്ത ഈ പേസ്റ്റൽ കളറും ആ ഒരു ഓഫ് വൈറ്റും രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ലെഹങ്ക സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിപ്രായം പറയാൻ വന്ന 2 കുഞ്ഞുങ്ങളിരുന്ന് ഉറങ്ങുന്ന കഴിച്ചു. സാരി സെക്ഷനിൽ വന്നു. ഇവിടെ 5 റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ടോ? ഉണ്ട്. വീഡിയോ ആണ്. എന്താ കല്യാണ പെണ്ണെ, എല്ലാം ഫിക്സ് ആയോ? അങ്ങനെ ലെഹങ്ക സെക്ഷനിൽ നിന്ന് നമ്മൾ സാരി സെക്ഷനിലേക്ക് വന്നു. ഇനി അമ്മമാർക്കും അമ്മയുടെ അനിയത്തിമാർക്കും അമ്മയ്ക്കും അങ്ങനെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ഉള്ള സാരി സെലക്ഷന് വേണ്ടിയിട്ടാണ് വന്നത്. നമുക്കും സാരീസ് എടുക്കണം. നമ്മൾ ഇതുവരെ അവളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ സാരി സെക്ഷനിൽ നിന്ന് അമ്മയും അവളെയും അവിടെ ഒരു അമ്മയ്ക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ സാരി നോക്കാൻ വേണ്ടി നമ്മൾ താഴേക്ക് പോയി കേട്ടോ. താഴെയാണ് ഓഫർ സാരീസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ആകെ കൺഫ്യൂസിങ് ആയി. കാരണം ഓൾറെഡി അവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് വീഡിയോസ് കണ്ട് നമ്മൾ നോക്കി വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ സോൾഡ് ഔട്ടായി. അപ്പോൾ നമുക്ക് നല്ല വിഷമം വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാരീസ് നമ്മൾ എടുത്തു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അങ്ങനെ അതിനുശേഷം നമ്മൾ ചേച്ചിയുടെ ഹസ്ബൻഡിനും പിന്നെ എൻ്റെ ഫിയാൻസിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഷർട്ടും മുണ്ടുമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി. അങ്ങനെ നമ്മളവിടെ നോക്കിയിട്ട് അവിടെ ഒരാൾക്ക് പരാതി ഉണ്ടായിരുന്നു കേട്ടോ. ആളുടെ മുഖം കണ്ടോ, സാരി വിചാരിച്ച പോലെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഒരു അഫോർഡബിൾ ആയിരിക്കണം, എന്നാൽ കാണാനും കുറച്ച് ഒരു ഗുമ്മുണ്ടായിരിക്കണം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ടൈപ്സ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ ദേ വരുന്നു അമ്മയും മോളും കൂടി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. പർച്ചേസിങ് കഴിഞ്ഞില്ല, പക്ഷേ ആ ഒരു സെക്ഷനിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ട് വന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ടയേർഡായി ഗായ്സ്, ചത്തി ഞങ്ങൾക്ക് 3 പേർക്കും സത്യം പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. മീൻസ് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്തെടുക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ ബ്രൈഡ് താഴേക്ക് വന്നു, സിമി താഴേക്ക് വന്നു. എന്നിട്ട് നമ്മൾ സെക്ഷനിൽ കയറിയിട്ട് അവൾക്ക് പെട്ടെന്ന്, അതായത് അവൾക്ക് ഓവറായിട്ട് ഡിസൈൻസോ അങ്ങനെ മീൻസ് ഭയങ്കര ഡെക്കറേഷൻസ് ഒന്നും ഉള്ള സാധനങ്ങളൊന്നും അവൾക്ക് വേണ്ടാന്ന് അവൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതുപോലെ അവൾ ഫ്ലാറ്റ് മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന സെക്ഷനിൽ അവൾ പെട്ടെന്ന് എടുത്തത് ചെരുപ്പാണ്. പെട്ടെന്ന് തന്നെ എടുത്തു, കാരണം ഫ്ലാറ്റായിരുന്നു. പിന്നെ അവൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു സാധനം മതി എന്ന് വിചാരിച്ചിട്ട് അവൾ അത് ഫിക്സ് ചെയ്തു. പെട്ടെന്ന് കഴിഞ്ഞു. ആ സമയം എനിക്കൊന്ന് ഒരു 1:30-2 മണിയും കണ്ടായി. നമ്മൾ അപ്പോഴും അവിടെ നിൽക്കുകയാണ്, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല.
കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു, കാരണം അത്ര ലേറ്റായിട്ടാണ് നമ്മൾ പോയത്. അതിന് ശേഷം പിന്നെയും പർച്ചേസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി. നല്ല തലവേദന ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കഫേ ടേസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ചായയും സിമി എനിക്കെന്തോ ലൈം ജ്യൂസ് എന്തോ ആണ് പറഞ്ഞത്. ഞങ്ങൾ മുന്നേരും ചായ കുടിച്ചു, അവിടെ ലൈം ജ്യൂസ് കുടിച്ചു. അങ്ങനെ നമ്മൾ ചീസൊക്കെ പിടിച്ചിട്ട് ചായയൊക്കെ കുടിച്ചു. നല്ല നമ്മളപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ടയേർഡായി. ഈ വെഡ്ഡിങ് പർച്ചേസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലത് അപ്പോഴാണ് മനസ്സിലായി. പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനെൻ്റെ ചേച്ചിമാരുടെ പർച്ചേസിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ അവർ എനിക്കൊന്ന് ഇതിനെക്കാട്ടി സ്പീഡിലാണ് അന്ന് എടുത്തത് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. ഇത് നമ്മൾ നല്ല പർച്ചേസ് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു. നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് CRO, മീൻസ് കസ്റ്റമർ റിലേഷൻ ഓഫീസർ. ആ കുട്ടിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആശ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അങ്ങനെ ആ കുട്ടി നല്ലൊരു കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. സ്റ്റാഫൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സാരി സെക്ഷനിൽ നിന്നൊരു കുട്ടി, ആ കുട്ടിയുടെ പേര് പാർവതി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ആ കുട്ടി നല്ല കമ്പനിയായിരുന്നു. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തരൊക്കെ ചെയ്തു. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്, പർച്ചേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. സാരി എടുത്തതിന് മാത്രം ഒരാൾക്കൊരു ചെറിയ വിഷമമുണ്ട്. കാരണം വിചാരിച്ച സാധനം എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഒരു ചെറിയൊരു വിഷമം അവൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഓക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഷർണി ചേച്ചിയും സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അവളുടെ മുഖം ഇരിക്കുന്നുണ്ടില്ല, അവളുടെ മുഖം കാണുമ്പോഴാണ് നമുക്ക് വിഷമം. അങ്ങനെ എന്തായാലും നമ്മൾ സാരീസൊക്കെ എടുത്തു. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ചെത്തി കല്ലതാഴത്ത് അവളെ തട്ടിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ പർച്ചേസിനപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്ക് 4 പേർക്ക് അടിച്ചു വിളിക്കാൻ പറ്റിയൊരു ദിവസമായിട്ടാണ് ഞാനതിനെ കണ്ടത്. ഒന്ന് മീറ്റ് ചെയ്യാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്കത്. പിന്നെ നമുക്ക് വരാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ഒന്നാമത് വർക്കിംഗ് ഡേ ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ വരാൻ പറ്റുമോ, ലീവ് കിട്ടുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഷർണി ചേച്ചിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഷർണി ചേച്ചി രാവിലെയാണ് കൺഫേം ചെയ്തത് വരുന്നുണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പർച്ചേസിങ് കഴിഞ്ഞു എന്നില്ല. പിന്നെ നമ്മൾ കൊട്ടിയത്ത് സിംലയിലും ഒരു സെക്ഷൻ പർച്ചേസ് ഉണ്ടായിരുന്നു. അവർക്ക് വേറെ കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു മെറ്റീരിയൽ സെക്ഷനിലേക്കാണ് പോയത്. അവർക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്ന് കുറേ പോസ്റ്റായി കേട്ടോ അവിടെ. അതിനുശേഷം നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം ഷാനു എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പോകാൻ വേണ്ടിയിട്ട്. ഞാൻ കൊട്ടിയത്തു നിന്നാണ് പോകുന്നത്. ഷർണി ചേച്ചിയും അവളും പരവൂരേക്കാണ് പോയത്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്കും ഏകദേശം 6:30 എന്തോ കഴിഞ്ഞു. നമ്മൾ തിരിച്ചെത്തിയിട്ട് സിംലയിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ എനിക്കൊന്ന് 6:30 എന്തോ കഴിഞ്ഞു. 7 മണിയോടെടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെ അവർ നേരെ പരവൂരോട്ട് പോയി. ഞാനും ഷാനുവും കൊട്ടിയത്തു നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഷാനുവിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചത്ത് നല്ല ക്ഷീണമായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കണേ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.